നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്ററായ മൂവ്മെൻറ്റ് ഓഫ് ദി എർത്ത്, റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ, ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ്റെ കുറച്ച് ഭാഗം, അതിൻ്റെ വീഡിയോ നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും ഭാഗത്ത് വരുന്ന നോട്ട്സ് മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം ഉൾക്കൊള്ളിച്ചുകൊണ്ടതാണ് ഇന്നത്തെ വീഡിയോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ദ എർത്ത് റൊട്ടേറ്റ്? ഭൂമിയുടെ ഭ്രമണദിശ എവിടെ നിന്നും എങ്ങോട്ടാണ്? എവിടെ നിന്നാണ്? ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്, പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട്. ഭൂമി എവിടെ നിന്ന് എങ്ങോട്ടാണ് ഭ്രമണം ചെയ്യുന്നത് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്? ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക്. ദ ടിൽറ്റ് ഓഫ് ദി എർത്ത്സ് ആക്സിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി, ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് എത്രയാണ്? 23.5 ഡിഗ്രി, 23.5 ഡിഗ്രിയാണ് ഭൂമിയുടെ ആക്സിസിൻ്റെ അല്ലെങ്കിൽ അച്ചുതണ്ടിൻ്റെ ടിൽറ്റ് എന്ന് വെച്ചാൽ ചരിവ്. മനസ്സിലായല്ലോ? എത്രയാണ്? 23.5 ഡിഗ്രി. We feel that the sun rises in the east and sets in the west. Why? സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ട്? ആൻസർ: ദ എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു. എവിടെ നിന്ന് എങ്ങോട്ടാണ്? വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ദിസ്, ഇതുകൊണ്ടാണ്, ബിക്കോസ് ഓഫ് ദിസ് റൊട്ടേഷൻ, ഈ ഒരു റൊട്ടേഷൻ കൊണ്ടാണ് വി ഫീൽ ദാറ്റ്, നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. എന്താണ് അനുഭവപ്പെടുന്നത്? ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സൂര്യൻ ഈസ്റ്റിൽ അല്ലെങ്കിൽ കിഴക്ക് റൈസ് ചെയ്യുന്നു. റൈസ് എന്ന് വെച്ചാൽ ഉദിക്കുന്നു. ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്, പിന്നെ വെസ്റ്റിൽ പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അങ്ങനെ നമുക്ക് അനുഭവപ്പെടുന്നതിന് കാരണം എന്താണ്? ദ എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ട്? വെസ്റ്റ് ടു ഈസ്റ്റ്. ആൻസർ മലയാളം മീഡിയംകാർക്കുള്ളത്: ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടായതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ 2 മെയിൻ എഫക്ട്സ് ഓഫ് ദി റൊട്ടേഷൻ ഓഫ് ദി എർത്ത്? ഭ്രമണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട 2 മാറ്റങ്ങൾ അല്ലെങ്കിൽ എഫക്റ്റ് എന്തൊക്കെയാ? ഇവിടെ ആരാണ് ഭ്രമണം ചെയ്യുന്നത്? നമ്മുടെ ഭൂമി അല്ലേ? ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന 2 മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ദ 2 മെയിൻ എഫക്ട്സ് ഓഫ് ദി റൊട്ടേഷൻ ഓഫ് ദി എർത്ത് ആർ, എന്തൊക്കെയാണ്? ഒന്ന്, ഡേ ആൻഡ് നൈറ്റ്, ഡേയും നൈറ്റും അല്ലേ, രാത്രിയും പകലും ഉണ്ടാകുന്നത്. ദ കോറിയോലിസ് എഫക്റ്റ്, പിന്നെന്താണ്? കോറിയോലിസ് പ്രഭാവം. 2 എണ്ണം എന്തൊക്കെയാണ്? ഡേ ആൻഡ് നൈറ്റും കോറിയോലിസ് എഫക്റ്റും. അപ്പോൾ മലയാളം: ദിനരാത്രങ്ങളും കോറിയോലിസ് പ്രഭാവവും. അടുത്ത ക്വസ്റ്റ്യൻ: ദ ടൈം ടേക്കൺസ് ഫോർ ദ എർത്ത് എന്നാണ്. ദ ടൈം ടേക്കൺ ഫോർ ദ എർത്ത് ടു കംപ്ലീറ്റ് 1 റൊട്ടേഷൻ, ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്രയാണെന്ന്. ഭൂമിക്ക് ഒരു ഭ്രമണം അല്ലെങ്കിൽ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്? അപ്പോൾ ഫോർ ദ എർത്ത് എന്നാക്കണേ അവിടെ. ഫോർ ദ എർത്ത് ആൻസർ 24 hours, 24 മണിക്കൂർ. അല്ലെങ്കിൽ അത് നമ്മൾ കുറച്ചുകൂടെ ആപ്റ്റായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? 23 hours, 23 മണിക്കൂർ, 56 minutes, 56 മിനിറ്റ്, 4 seconds, 4 സെക്കൻഡ്. അപ്പോൾ 24 hours, 56 minutes, 4 seconds ആണ് ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു റൊട്ടേഷൻ. അപ്പോൾ ഇത് രണ്ടും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. 24 hours നോർമലായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യന് ഈ 24 hours അല്ല തരുന്നത്, ഈ 23 hours, അങ്ങനെ ആ ഒരു വാല്യൂ ആണ് തരുന്നതെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്തണ്ടേ. അതിനാണ് രണ്ടും കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും പഠിച്ചു വെച്ചേക്കണം. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് റൊട്ടേഷൻ? എന്താണ് ഭ്രമണം എന്ന് പറഞ്ഞാൽ? റൊട്ടേഷൻ ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദി എർത്ത്. എർത്തിൻ്റെ മൂവ്മെൻ്റ് ആണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. എവിടെ കൂടെ? ഓൺ ഇറ്റ്സ് ആക്സസ്, സ്വയം അതിൻ്റെ ആക്സിസിൽ, അച്ചുതണ്ടിൽ. ഭൂമി സ്വയം അതിൻ്റെ അച്ചുതണ്ടിൽ മൂവ്മെൻറ്റ് അല്ലെ, അച്ചുതണ്ടിലുള്ള ചലനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൊട്ടേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? റൊട്ടേഷൻ ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദി എർത്ത്. എർത്തിൻ്റെ മൂവ്മെൻറ്റ്, ഭൂമിയുടെ ചലനമാണ് റൊട്ടേഷൻ. എവിടെ കൂടെയുള്ള ചലനം? ഓൺ ഇറ്റ്സ് ആക്സിസ്, അതിൻ്റെ സ്വന്തം ആക്സിസിൽ, അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ. മനസ്സിലായോ? അപ്പോൾ മലയാളം മീഡിയം: ഭൂമി സ്വയം അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നതിനെ ഭ്രമണം എന്ന് പറയുന്നു. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്: റൈറ്റ് ട്രൂ ഓർ ഫോൾസ്, ശരിയോ തെറ്റോ എന്ന് എഴുതുക. ദ സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ ഈസ് പാരലൽ ടു ദ എർത്ത്സ് ആക്സിസ്. സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ എന്താണെന്ന് ഇവിടെ പറഞ്ഞില്ല, അതിൻ്റെ ഡെഫിനിഷൻ ഇനി പറയണുണ്ട് കേട്ടോ. അപ്പോൾ ഈ സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ അല്ലെങ്കിൽ പ്രകാശവൃത്തം എന്ന് പറയുന്നത് ഭൂമിയുടെ ആക്സിസിന് അല്ലെ, ഭൂമിയുടെ അച്ചുതണ്ടിന് പാരലൽ ആണ് എന്നതാണ് ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണോ ശരിയാണോ എന്ന് പറയണം. സർക്കിൾ ഓഫ് ഇലൂമിനേഷൻ എന്താണെന്നുള്ളത് ഇനി നമ്മൾ പറയും കേട്ടോ, അതിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണോ ശരിയാണോ?
ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്, തെറ്റാണ് കേട്ടോ. ദ സർക്കിൾ ഓഫ് ഇലുമിനേഷൻ ഈസ് നോട്ട് പാരലൽ ടു ദ എർത്ത്സ് ആക്സിസ്. പ്രകാശവൃത്തം ഭൂമിയുടെ അച്ചുതണ്ടിന് സമാന്തരം അല്ല കേട്ടോ. അടുത്തത് എൻ്റെ ഡെഫിനിഷനാണ്. വാട്ട് ഈസ് സർക്കിൾ ഓഫ് ഇലുമിനേഷൻ? എന്താണ് പ്രകാശവൃത്തം? ദ ഇമാജിനറി ലൈൻ ദാറ്റ് ഡിമാർക്കേറ്റ്സ് ഡേ ആൻഡ് നൈറ്റ് ഓൺ ദ എർത്ത് ഇസ് കോൾഡ് ദ സർക്കിൾ ഓഫ് ഇലുമിനേഷൻ. അതായത് നമ്മുടെ ഭൂമിയിലെ ഡേയിനെയും നൈറ്റിനെയും തമ്മിൽ വേർതിരിക്കുന്ന, ഡിമാർക്കേറ്റ് എന്ന് വെച്ചാൽ വേർതിരിക്കുന്ന ഒരു ഇമാജിനറി ലൈൻ, ഒരു സാങ്കല്പിക രേഖയാണ് നമ്മൾ സർക്കിൾ ഓഫ് ഇലുമിനേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ദ ഇമാജിനറി ലൈൻ, ഒരു സാങ്കല്പിക രേഖ. ദാറ്റ് ഡിമാർക്കേറ്റ്സ്, അത് വേർതിരിക്കുന്നു. ഏതിനെ? ഡേ ആൻഡ് നൈറ്റ് ഓൺ ദ എർത്ത്. ഭൂമിയിലെ ഡേയെയും, അതായത് പകലിനെയും, ആൻഡ് നൈറ്റ്, രാത്രിയെയും വേർതിരിക്കുന്നു. ഇസ് കോൾഡ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർക്കിൾ ഓഫ് ഇലുമിനേഷൻ. മനസ്സിലായോ? ഭൂമിയിലെ രാത്രിയെയും പകലിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖയാണ് പ്രകാശവൃത്തം. അടുത്തത്, വാട്ട് കോസസ് ഡേ ആൻഡ് നൈറ്റ്? രാത്രിയും പകലും ഉണ്ടാകാനുള്ള കാരണം എന്താണ്? എർത്ത് റൊട്ടേഷൻ, ഭൂമിയുടെ ഭ്രമണം നിമിത്തമാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്. അടുത്തത്, വാട്ട് വുഡ് ബി ദ കണ്ടീഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ് ഇഫ് ദ എർത്ത് ഡസൻറ്റ് റൊട്ടേറ്റ്? ഭ്രമണം ഇല്ലെങ്കിൽ ഭൂമിയിലെ ദിനരാത്രങ്ങളുടെ അവസ്ഥയ്ക്ക് സംഭവിക്കുന്നത് എന്താണ്? ഒന്നാമത്തത് 1, 2, 3 എന്നിങ്ങനെ പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത്, ഡേ ആൻഡ് നൈറ്റ് വിൽ നോട്ട് ഓൾട്ടർനേറ്റ്. ഡേയും നൈറ്റും ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നില്ല, അല്ലേ? ഇന്നിപ്പം ഇവിടെ നമുക്കിപ്പോൾ പകലാണ്, കുറച്ച് കഴിയുമ്പോൾ അത് രാത്രിയാവും, വീണ്ടും പകലാവും, വീണ്ടും രാത്രിയാവും, അങ്ങനെ മാറി മാറി ഡേയും നൈറ്റും വരില്ല. അതാണ് ഒന്നാമത്തത്. അപ്പം ഭൂമി റൊട്ടേറ്റ് ചെയ്തില്ലെങ്കിൽ ഡേയും നൈറ്റും മാറി മാറി വരത്തില്ല. അപ്പോൾ ഡേ ആൻഡ് നൈറ്റ് വിൽ നോട്ട് ഓൾട്ടർനേറ്റ്, ഡേയും നൈറ്റും മാറി മാറി വരില്ല. കേട്ടല്ലോ? അടുത്തത്, വൺ സൈഡ് ഓഫ് ദി എർത്ത് വിൽ ഓൾവേസ് എക്സ്പീരിയൻസ് ഡേ. പിന്നെ ഭൂമി ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുകയാണല്ലേ. അപ്പോൾ ഭൂമിയുടെ ഒരു സൈഡ് എപ്പോഴും എന്തായിരിക്കും? ഭൂമിയുടെ ഒരു സൈഡിൽ എപ്പോഴും ഡേ ആയിരിക്കും, അല്ലെങ്കിൽ പകലായിരിക്കും. വൈൽ ദ അതർ സൈഡ് വിൽ ഓൾവേസ് റിമൈൻ ഇൻ നൈറ്റ്. മറ്റേ സൈഡിൽ എപ്പോഴും എന്തായിരിക്കും? നൈറ്റും ആയിരിക്കും. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തത്, പ്ലേസസ് ഫേസിങ് ദ സൺ വിൽ ഓൾവേസ് ഹാവ് ഹൈ ടെമ്പറേച്ചർ. സൂര്യന് അഭിമുഖമായിട്ട് വരുന്ന പ്ലേസസിന്, സൂര്യന് അഭിമുഖമായിട്ട് വരുന്ന സ്ഥലങ്ങൾക്ക് എന്തായിരിക്കും? ഹൈ ടെമ്പറേച്ചർ, നല്ല ഉയർന്ന താപനിലയായിരിക്കും. വൈൽ ദ ഓപ്പോസിറ്റ് സൈഡ് വിൽ ഹാവ് ലോ ടെമ്പറേച്ചർ. എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിന് എന്തായിരിക്കും? ലോ ടെമ്പറേച്ചർ ആയിരിക്കും. താപനില വളരെ കുറവായിരിക്കും. മനസ്സിലായോ? കുറഞ്ഞ താപനിലയുമായിരിക്കും. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഒന്ന്, ഡേ ആൻഡ് നൈറ്റ് വിൽ നോട്ട് ഓൾട്ടർനേറ്റ്. ഡേയും നൈറ്റും ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നില്ല. രണ്ടാമത്തത്, വൺ സൈഡ് ഓഫ് ദി എർത്ത് വിൽ ഓൾവേസ് എക്സ്പീരിയൻസ് ഡേ. ഭൂമിയുടെ ഒരു സൈഡിൽ എപ്പോഴും എന്തായിരിക്കും? പകലായിരിക്കും. ഓൾവേസ്, എല്ലായ്പ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അനുഭവപ്പെടുന്നത് ഡേ ആയിരിക്കും, പകലായിരിക്കും. വൈൽ ദ അതർ സൈഡ് വിൽ ഓൾവേസ് റിമൈൻ ഇൻ നൈറ്റ്. എന്നാൽ മറ്റേ സൈഡ് എല്ലായ്പ്പോഴും ഇരുട്ടിലായിരിക്കും. മറ്റേ സൈഡ് എല്ലായ്പ്പോഴും വിൽ റിമൈൻ ഇൻ നൈറ്റ്, അല്ലേ? എല്ലായ്പ്പോഴും ഇരുട്ടിലായിരിക്കും. ഇനി പ്ലേസസ് ഫേസിങ് ദ സൺ, സണ്ണിനെ ഫേസ് ചെയ്യുന്ന പ്ലേസസ്, സ്ഥലങ്ങൾ വിൽ ഓൾവേസ് ഹാവ് ഹൈ ടെമ്പറേച്ചർ. എപ്പോഴും ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, ഉയർന്ന താപനിലയായിരിക്കും. വൈൽ ദ ഓപ്പോസിറ്റ് സൈഡ് വിൽ ഹാവ് ലോ ടെമ്പറേച്ചർ. എന്നാൽ മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ, എതിർ വശത്ത് എന്തായിരിക്കും? ലോ ടെമ്പറേച്ചർ, കുറഞ്ഞ താപനിലയായിരിക്കും. മലയാളം മീഡിയം. ദിനരാത്രങ്ങൾ മാറി വരുന്നില്ല. ഭൂമിയുടെ ഒരു ഭാഗത്ത് സ്ഥിരമായി പകലും മറുഭാഗത്ത് സ്ഥിരമായി രാത്രിയും അനുഭവപ്പെടുന്നു. സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന സ്ഥലങ്ങളിൽ എപ്പോഴും ഉയർന്ന താപനിലയും മറുഭാഗത്ത് കുറഞ്ഞ താപനിലയും ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോറിയോലിസ് എഫക്റ്റ്? എന്താണ് കോറിയോലിസ് പ്രഭാവം? ഡ്യൂ ടു റൊട്ടേഷൻ, ഭ്രമണം നിമിത്തം, ഫ്രീലി മൂവിംഗ് ബോഡീസ്, സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾ, ഓൺ ദ എർത്ത് സർഫസ്, ഭൂമിയിലെ ഉപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾ, ഗെറ്റ് ഡിഫ്ലക്റ്റഡ്, എന്ത് ചെയ്യുന്നു? വ്യതിചലിക്കുന്നു. ഇൻ ദയർ ഡയറക്ഷൻ, അവയുടെ ഡയറക്ഷനിൽ ഒരു വ്യത്യാസമുണ്ടാകുന്നു. ഗെറ്റ് ഡിഫ്ലക്റ്റഡ്, വ്യത്യാസമുണ്ടാകുന്നു. ദ ഫോഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ഡിഫ്ലക്ഷൻ ഈസ് നോൺ ആസ് കോറിയോലിസ് ഫോഴ്സ്. ഏത് ഫോഴ്സാണോ ഈ ഒരു ഡിഫ്ലക്ഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, ആ ഫോഴ്സിനെയാണ് നമ്മൾ കോറിയോലിസ് ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോറിയോലിസ് ബലം എന്ന് പറയുന്നത്. ആൻഡ് ദ ഡിഫ്ലക്ഷൻ ഇൻ ഡയറക്ഷൻ, ഈ ഡയറക്ഷനിലുണ്ടാകുന്ന ആ ഒരു ഡിഫ്ലക്ഷനെയാണ് നമ്മൾ പറയുന്നത് കോറിയോലിസ് എഫക്റ്റ്, കോറിയോലിസ് പ്രഭാവം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താണ് കോറിയോലിസ് എഫക്റ്റിൻ്റെ കാരണം? എന്താണ്? റൊട്ടേഷൻ ഓഫ് ദി എർത്ത്.
അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഡ്യൂ ടു ദ റൊട്ടേഷൻ നിമിത്തം, ഭൂമിയുടെ ഭ്രമണം നിമിത്തം, ഫ്രീലി മൂവിംഗ് ബോഡീസ് ഓൺ ദ എർത്ത് സർഫസ് ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ഇൻ ദയർ ഡയറക്ഷൻ. ഫ്രീലി മൂവിംഗ് ബോഡീസ് എന്ന് വെച്ചാൽ സ്വതന്ത്രമായി മൂവ് ചെയ്യുന്ന ബോഡീസ്, ഇപ്പോൾ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾ എവിടെയുള്ളത്? ഓൺ ദ എർത്ത് സർഫസ്, ഭൂമിയുടെ ഉപരിതലത്തിലുള്ള സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ഇൻ ദയർ ഡയറക്ഷൻ, അവരുടെ ഡയറക്ഷന് വ്യത്യാസമുണ്ടാകുന്നു. ഡിഫ്ലക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ വ്യത്യാസമുണ്ടാകുന്നു. എന്തിന് വ്യത്യാസം? ഇൻ ദയർ ഡയറക്ഷൻ, ആ ഫ്രീലി മൂവിംഗ് ബോഡീസിൻ്റെ ആ ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു? വ്യത്യാസം ഉണ്ടാകുന്നു. ദ ഫോഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ഡിഫ്ലക്ഷൻ, ഈ ഒരു വ്യത്യാസത്തിന് കാരണമായ ബലത്തെയാണ് നമ്മൾ കോറിയോലിസ് ഫോഴ്സ്, കോറിയോലിസ് ബലം എന്ന് പറയുന്നത്. ആൻഡ് ദ ഡിഫ്ലക്ഷൻ ഇൻ ഡയറക്ഷൻ, ഈ ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ദിശയ്ക്ക് വ്യതിയാനമുണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോറിയോലിസ് എഫക്റ്റ്, കോറിയോലിസ് പ്രഭാവം. ഇങ്ങനെ ദിശയ്ക്ക് വ്യത്യാസം ഉണ്ടാകുന്നതിനെ നമ്മൾ കോറിയോലിസ് എഫക്റ്റ് അല്ലെങ്കിൽ കോറിയോലിസ് പ്രഭാവം എന്ന് പറയുന്നു. മനസ്സിലായോ? അപ്പോൾ എന്താണ് കോറിയോലിസ് പ്രഭാവം? ഭ്രമണം മൂലം ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നു. ഇതിന് കാരണമായ ബലത്തെ കോറിയോലിസ് ബലം എന്നും ഈ ദിശാവ്യതിയാനത്തെ കോറിയോലിസ് പ്രഭാവം എന്നും പറയുന്നു. അടുത്തത്, വാട്ട് ഈസ് ഫെറൽസ് ലോ? എന്താണ് ഫെറൽ നിയമം? അഡ്മിറൽ ഫെറൽ ഡിസ്കവേർഡ് ദാറ്റ്, അഡ്മിറൽ ഫെറലാണ് ഈ ഫെറൽസ് നിയമം കണ്ടുപിടിച്ചത്. അദ്ദേഹം എന്താ ഡിസ്കവർ ചെയ്തത്? ദാറ്റ് ഡ്യൂ ടു ദ കോറിയോലിസ് എഫക്റ്റ് അല്ലെങ്കിൽ കോറിയോലിസ് പ്രഭാവം കാരണം ഓഷ്യൻ കറൻസ്, എന്താണ് ഓഷ്യൻ കറൻസ് എന്ന് വെച്ചാൽ? സമുദ്രജല പ്രഭാവങ്ങൾ, കേട്ടോ, സമുദ്ര പ്രഭാവമല്ല പ്രവാഹങ്ങൾ, സമുദ്രജല പ്രവാഹങ്ങളാണ് ഓഷ്യൻ കറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഷ്യൻ കറൻസും പിന്നെ ആൻഡ് വിൻസ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ, എന്താണ്? കാറ്റുകൾ. അപ്പോൾ ഓഷ്യൻ കറൻസും വിൻസും, സമുദ്രജല പ്രവാഹങ്ങളും കാറ്റുകളും എന്ത് ചെയ്യുന്നു? ചേഞ്ച് ദെയർ ഡയറക്ഷൻ ഇൻ ദ, അവരുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു, അവരുടെ ദിശയ്ക്ക് വ്യത്യാസം ഉണ്ടാക്കുന്നു. എങ്ങനെയാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്? ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയറിൽ, ഞാൻ പറഞ്ഞു ഭൂമിയെ 2 ഹെമിസ്ഫിയേഴ്സ് അല്ലെങ്കിൽ 2 അർദ്ധഗോളങ്ങളായിട്ട് വിഭജിച്ചാൽ അതിൻ്റെ മുകൾ ഭാഗത്തുള്ളത് നോർത്തേൺ ഹെമിസ്ഫിയറും താഴെ ഭാഗത്തുള്ളത് സദേൺ ഹെമിസ്ഫിയറും ആണ്. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഓഷ്യൻ കറൻസിനും വിൻസിനും അവയുടെ ദിശയ്ക്ക് ഇൻ ടു ദ റൈറ്റ്, അവയുടെ ദിശ ഏതാണോ അതിൻ്റെ റൈറ്റ് എന്ന് പറയുമ്പോൾ വലതുഭാഗത്തേക്കും, ആൻഡ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയറിൽ അല്ലെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ ടു ദ ലെഫ്റ്റ് സൈഡിലേക്കും, അല്ലേ, അതിൻ്റെ ഇടതുവശത്തേക്കും എന്താണ്? ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നു, ഒരു ദിശാവ്യതിയാനം ഉണ്ടാകുന്നു. ദിസ് ഈസ് നോൺ ആസ് ഫെറൽസ് ലോ, ഇതിനെയാണ് നമ്മൾ ഫെറൽ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ? ഡ്യൂ ടു ദ കോറിയോലിസ് എഫക്റ്റ്, കോറിയോലിസ് പ്രഭാവം കാരണം ഓഷ്യൻ കറൻസ് ആൻഡ് വിൻഡ്, സമുദ്രജല പ്രവാഹങ്ങളും വിൻസും ചേഞ്ച് ദയർ ഡയറക്ഷൻ, അവരുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നു, അല്ലേ, ഇവിടെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാക്കുന്നു. എവിടെയൊക്കെയാണ്? ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ടു ദ റൈറ്റ്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഉത്തരാർദ്ധഗോളത്തിൽ റൈറ്റിലോട്ടും, ആൻഡ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ ടു ദ ലെഫ്റ്റ്, ദക്ഷിണാർദ്ധഗോളത്തിൽ അല്ലെങ്കിൽ സദേൺ ഹെമിസ്ഫിയർ ലെഫ്റ്റ് സൈഡിലേക്ക്. ഇതിനെയാണ് നമ്മൾ ഫെറൽസ് ലോ എന്ന് പറയുന്നത്, കേട്ടോ. അപ്പോൾ ഫെറൽ നിയമം, കോറിയോലിസ് പ്രഭാവത്താൽ സമുദ്രജല പ്രവാഹങ്ങളുടെയും കാറ്റുകളുടെയും സഞ്ചാരദിശ ഉത്തരാർദ്ധഗോളത്തിൽ വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നുവെന്ന് അഡ്മിറൽ ഫെറൽ കണ്ടെത്തി. ഇതാണ് ഫെറൽ നിയമം. അപ്പോൾ ഫെറൽസ് ലോ അല്ലെങ്കിൽ ഫെറൽ നിയമം കണ്ടെത്തിയത് അഡ്മിറൽ ഫെറൽ ആണ്. അടുത്തത്, സം ഫാക്ട്സ് റിലേറ്റഡ് ടു ദ റൊട്ടേഷൻ ആർ ഗിവൺ ബിലോ. ഭൂമിയുടെ റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് 2 ഫാക്ട്സ് ഇവിടെ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഫൈൻഡിങ് ഔട്ട് ദ റീസൺസ് ബിഹൈൻഡ് ദീസ് ഫാക്ട്സ്. ഈ ഫാക്റ്റിൻ്റെ എന്താണ് റീസൺ എന്താണ്, ഇവയുടെ കാരണം എന്താണെന്ന് കണ്ടെത്തി നമ്മൾ ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. ഒന്നാമത്തെ ഫാക്റ്റ് ഇതാണ്: ദ സൺസ് റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അതിൻ്റെ റീസൺ എന്താണ് നമ്മളിവിടെ ഇടണം. എന്തുകൊണ്ടാണ്? ദ ഡയറക്ഷൻ ഓഫ് ദി എർത്ത്സ് റൊട്ടേഷൻ, എർത്തിൻ്റെ റൊട്ടേഷൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈസ് ഫ്രം, എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ്. സോ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. അതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. അടുത്തത്, ഫ്രീലി മൂവിങ് ബോഡീസ് ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ഇൻ ദയർ ഡയറക്ഷൻ ഇൻ ബോത്ത് ദ ഹെമിസ്ഫിയർ. 2 ഹെമിസ്ഫിയറിലും ഫ്രീ ആയിട്ട് സ്വതന്ത്രമായിട്ട് മൂവ് ചെയ്യുന്ന ബോഡീസ്, സ്വതന്ത്രമായി മൂവ് ചെയ്യുന്ന വസ്തുക്കൾക്ക് എന്താണ്? അവയുടെ ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. അതിനുള്ള കാരണം എന്താണ്? അതിനുള്ള കാരണം ഡ്യൂ ടു ദ കോറിയോലിസ് എഫക്റ്റ്, അല്ലേ, കോറിയോലിസ് എഫക്റ്റ് കാരണം. ഓക്കെ ആണല്ലോ. ഒന്നാമത്തെ ഫാക്റ്റ്, സൂര്യൻ കിഴക്കുതിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാൽ സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. 2 അർദ്ധഗോളങ്ങളിലും സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ദിശാവ്യതിയാനം ഉണ്ടാകുന്നു. എന്താണ് കാരണം? കോറിയോലിസ് പ്രഭാവം മൂലം.
അടുത്തത് വാട്ട് ഈസ് റെവല്യൂഷൻ? എന്താണ് പരിക്രമണം? ദ എർത്ത് റിവോൾവ്സ്, കേട്ടോ, REVOLVES എന്നാണ്. ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ ഇൻ എ ഫിക്സഡ് ഓർബിറ്റ്. എർത്ത്, നമ്മുടെ ഭൂമി, റിവോൾവ്സ് എന്ന് വെച്ചാൽ പരിക്രമണം ചെയ്യുന്നു അല്ലെങ്കിൽ ചുറ്റുന്നു. എറൗണ്ട് ദ സൺ, സണ്ണിന് ചുറ്റും, അല്ലെ, സണ്ണിന് ചുറ്റും ഭൂമി ചുറ്റുന്നു, അല്ലേ? എങ്ങനെയാണ്? ഇൻ എ ഫിക്സഡ് ഓർബിറ്റ്, ഒരു നിശ്ചിത ഭ്രമണപഥത്തിൽ. ദിസ് ഈസ് നോൺ ആസ് റെവല്യൂഷൻ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെവല്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ഭൂമി സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു, അല്ലേ? ഇൻ എ ഫിക്സഡ് ഓർബിറ്റ്, ഒരു ഫിക്സഡ് ഓർബിറ്റിൽ, ഒരു നിശ്ചിത ഭ്രമണപഥത്തിൽ. ഇസ് നോൺ ആസ് റെവല്യൂഷൻ. ഇതിനെയാണ് നമ്മൾ റെവല്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് പരിക്രമണം? ഭൂമി ഒരു നിശ്ചിത ഭ്രമണപഥത്തിൽ സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു. ഇതിനെ പരിക്രമണം എന്ന് പറയുന്നു. പ്രദക്ഷിണം വയ്ക്കുക എന്ന് വെച്ചാൽ ചുറ്റുക എന്നുള്ള അർത്ഥമാണ്, കേട്ടോ. നമ്മൾ അമ്പലത്തിലൊക്കെ പ്രദക്ഷിണം വയ്ക്കുക എന്ന് കേട്ടിട്ടില്ലേ? അമ്പലത്തിലെ ശ്രീകോവിലിന് ചുറ്റും നമ്മൾ കറങ്ങുന്നതിനെ പ്രദക്ഷിണം വയ്ക്കുക എന്ന് പറയുന്നത്. അങ്ങനെ അപ്പം ഭൂമി സൂര്യന് ചുറ്റും ചുറ്റിക്കറങ്ങുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം എന്ന് പറയുന്നത്. അടുത്തത് വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ എർത്ത് ടു കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ? ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമി എത്ര സമയം എടുക്കുമെന്ന്? ഒരു പരിക്രമണം, ഒരു റൊട്ടേഷന് ഭൂമി എത്ര സമയം എടുക്കുന്നത്? 24 hours, അല്ലേ? 24 മണിക്കൂർ. എന്നെ കറക്റ്റായിട്ട് കുറച്ചുകൂടെ ആപ്റ്റായിട്ട് പറയുകയാണെങ്കിൽ 23 hours 56 minutes and 4 seconds. അപ്പോൾ ഇവിടെ ഒരു റെവല്യൂഷൻ എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത് ഭൂമി. 365 and 1/4 days, അതായത് 365 ദിവസങ്ങളാണ് ഭൂമിക്ക് ഒരു റെവല്യൂഷന് വേണ്ടത്. അടുത്തത്, ഹാവ് യു ഐഡൻറ്റിഫൈഡ് 2024 ആസ് എ ലീപ്പ് ഇയർ ഫ്രം ദ ഗിവൺ കലണ്ടർ? ഇവിടെ ഒരു കലണ്ടർ കൊടുത്തിട്ടുണ്ട്. ആ കലണ്ടറിൽ നിന്ന് 2024 ഒരു ലീപ്പ് ഇയർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം കലണ്ടറിൽ ഫെബ്രുവരി മാസത്തെയാണ് കൊടുത്തിട്ടുള്ളത്. 2024 ഫെബ്രുവരി മാസത്തിലെ കലണ്ടറാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഫെബ്രുവരി മാസത്തിൽ എത്ര ദിവസമുണ്ട്? 29 ദിവസമുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി അതെന്താണ്? ഒരു ലീപ്പ് ഇയർ ആണ്. സാധാരണ ഒരു ദിവസത്തിൽ ഫെബ്രുവരിയിൽ 28 ദിവസമേ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ ഈ ഒരു കലണ്ടറിൽ ഫെബ്രുവരിയിൽ 29 ദിവസമുണ്ട്. അതുകൊണ്ട് ഇത് ലീപ്പ് ഇയർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ 5 consecutive ലീപ്പ് ഇയേഴ്സ് ആഫ്റ്റർ 2024. 2024 ശേഷമുള്ള 5 ലീപ്പ് ഇയേഴ്സ് ഏതൊക്കെയാണ് നമുക്കറിയാം. ലീപ്പ് ഇയേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 4 നമ്മൾ കൂട്ടി പോയാതെ, നമ്മുടെ ലാസ്റ്റ് ലീപ്പ് ഇയർ എന്നാണോ അതിനോട് ഒരു 4 കൂട്ടിയാൽ അടുത്ത ലീപ്പ് ഇയറായി. അതിനോട് വീണ്ടും 4 കൂട്ടിയാൽ അടുത്ത ലീപ്പ് ഇയറായി. അപ്പോൾ ഇവിടെ 2024 ഓൾറെഡി ലീപ്പ് ഇയർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 2024 4 കൂട്ടുമ്പോൾ 2028 അടുത്ത ലീപ്പ് ഇയർ. അടുത്ത 2028 4 കൂട്ടുമ്പോൾ 2032 അടുത്ത ലീപ്പ് ഇയർ. 2032 4 കൂട്ടുമ്പോൾ 2036 അടുത്ത ലീപ്പ് ഇയർ. 2036 4 കൂട്ടുമ്പോൾ 2040, അപ്പം അടുത്ത ലീപ്പ് ഇയർ ആയി. അടുത്ത 2040 കഴിഞ്ഞിട്ട് അടുത്ത ലീപ്പ് ഇയർ എന്നാണ് 2044. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ 2025 ആണല്ലോ, അപ്പോൾ അടുത്ത ലീപ്പ് ഇയർ ഇനി എന്നാ വരണേ? കമൻറ്റ് ചെയ്യണേ. അടുത്തത്, വാട്ട് ഇസ് ദ ഷേപ്പ് ഓഫ് ദി പാത്ത് ഇൻ വിച്ച് എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ? അതായത് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്ന ഒരു സഞ്ചാരപാത ഉണ്ടല്ലോ, അതിൻ്റെ ആകൃതി എന്താണെന്ന്. എന്താകൃതിയാ? ആൻസർ എലിപ്റ്റിക്കൽ ഷേപ്പിൽ അല്ലെങ്കിൽ ദീർഘവൃത്താകൃതിയിലാണ്, കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ സൺ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൽ വ്യത്യാസമുണ്ട്. എന്താണ് ഇതിന് കാരണം? ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിൽ വ്യത്യാസമുണ്ടാകുന്നതിന് കാരണം എന്താണെന്ന്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ സൺ വേരിയസ്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലേ, അതെന്തുകൊണ്ട് വേരിയസ്, അല്ലേ, വ്യത്യാസപ്പെടുന്നു. കാരണം ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ ദ എർത്ത്സ് ഓർബിറ്റ് ഈസ് എലിപ്റ്റിക്കൽ. എർത്തിൻ്റെ ഓർബിറ്റ്, അല്ലേ, എർത്തിൻ്റെ എന്താണ് സഞ്ചാരപഥം, ഓർബിറ്റ് എന്ന് പറയുന്നത് എന്താണ്? എലിപ്റ്റിക്കലാണ് അല്ലെങ്കിൽ ദീർഘവൃത്താകൃതിയാണ്. ഭൂമിയുടെ സഞ്ചാരപഥം അല്ലെങ്കിൽ ഭൂമിയുടെ ഓർബിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? എലിപ്റ്റിക്കലാണ്, ദീർഘവൃത്താകൃതിയാണ്. മനസ്സിലായോ? ഭൂമിയുടെ സഞ്ചാരപഥം ദീർഘവൃത്താകൃതിയിലായതുകൊണ്ടാണ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിൽ വ്യത്യാസമുള്ളത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പെരിഹീലിയൻ ആൻഡ് അപ്ഹീലിയൻ? സൗരസമീപകവും സൂര്യോച്ചവും തമ്മിലുള്ള വ്യത്യാസമെന്ത്? ഇവിടെ ഈ ക്വസ്റ്റ്യനിലെ അപ്ഹീലിയൻ്റെ സ്പെല്ലിങ് വ്യത്യാസമുണ്ട്, കേട്ടോ. ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ ഉള്ള മിസ്റ്റേക്കാണ്. യു ആണ് ഇട്ടേക്കണം, യു അല്ല എ ആണ്, കേട്ടോ. UP അല്ല AP ആണേ. അപ്പോൾ അത് ഒന്ന് മാറ്റി പഠിച്ചോളണം, കേട്ടോ. APHELION ആണ് അപ്ഹീലിയൻ്റെ സ്പെല്ലിങ്. ഇവിടെ ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കേട്ടോ. അപ്പം അപ്ഹീലിയനും പെരിഹീലിയനും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം എന്താണ് നോക്കിയോളൂ. പെരിഹീലിയൻ, ആദ്യം നമുക്ക് പെരിഹീലിയൻ എന്ന് പഠിക്കാം. പെരിഹീലിയൻ്റെ മലയാളം എന്താണ്? സൗര സമീപകം. പ്യാരി, അല്ലേ? പ്യാരിയാണ് പെരിഹീലിയൻ, പ്യാരി.
എന്താണ്? ദ ഡേ ഓൺ വിച്ച് എർത്ത് കംസ് ക്ലോസസ്റ്റ് ടു ദ സൺ ഡ്യൂറിങ് ദ റവല്യൂഷൻ ഈസ് കോൾഡ് പെരിഹീലിയൻ. അതായത് റവല്യൂഷൻ സമയത്ത് ഭൂമിയുടെ സണ്ണിന് ചുറ്റുമാണല്ലോ റവല്യൂഷൻ ചെയ്യുന്നത് ഭൂമി. അപ്പം ഭൂമിയുടെ റവല്യൂഷൻ സമയത്ത് ഒരു ദിവസം, ദ ഡേ ഓൺ വിച്ച്, ഒരു ദിവസം ദ എർത്ത് കംസ് ക്ലോസസ്റ്റ് ടു ദ സൺ, എർത്ത് നമ്മുടെ ഭൂമി ക്ലോസസ്റ്റ് ടു ദ സൺ, സണ്ണിന് ഏറ്റവും അടുത്ത് വരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെരിഹീലിയൻ എന്ന് പറയുന്നത്. ആ ഒരു ദിവസത്തിനെയാണ് നമ്മൾ പെരിഹീലിയൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്താണ്? അറ്റ് ദിസ് ടൈം, ഈ സമയത്ത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ സൺ ഈസ്, ഈ സമയത്ത് എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാമോ? 147 മില്യൺ കിലോമീറ്റേഴ്സ്, 147 മില്യൺ കിലോമീറ്റേഴ്സ്, 147 മില്യൺ കിലോമീറ്റേഴ്സാണ് പെരിഹീലിയൻ സമയത്ത് എർത്തും അതുപോലെ സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ദിസ് ഒക്കേഴ്സ് ഇൻ ദ മന്ത് ഓഫ് ജനുവരി. ഇത് നടക്കുന്നത് ഏത് മാസത്തിലാണ്? ജനുവരി മാസത്തിലാണ്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ബ്രാക്കറ്റിനകത്ത് ജാനുവരി 3 എന്ന് കൊടുത്തിട്ടുണ്ട്. ജനുവരി 3 മനസ്സിലായോ? ഇതാണ് പെരിഹീലിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമി സൂര്യനും വളരെ ക്ലോസസ്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു ഡേ ആണ് നമ്മൾ പെരിഹീലിയൻ എന്ന് പറയുന്നത്. ആ സമയത്ത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 147 മില്യൺ കിലോമീറ്റേഴ്സ് ആണ്. ആ ഡേ ഏതാണ്? ജനുവരി 3. ജനുവരി 3. ഇനി അപ്ഹീലിയൻ കുറിച്ച് പഠിക്കാം. ദ ഡേ ഓൺ വിച്ച് എർത്ത് കംസ് ഫാർദസ്റ്റ് ഫ്രം ദ സൺ. സൂര്യനിൽ നിന്നും ഏറ്റവും ദൂരെ ഭൂമി വരുന്ന ആ ഒരു ദിവസത്തെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഡ്യൂറിങ് റവല്യൂഷൻ സമയത്ത് സൂര്യനിൽ നിന്നും ഏറ്റവും ദൂരത്ത് ഭൂമി വരുന്ന ആ ഒരു ദിവസത്തെയാണ് നമ്മൾ അപ്ഹീലിയൻ എന്ന് പറയുന്നത്. അറ്റ് ദിസ് ടൈം ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് ദ സൺ ഈസ് 152 മില്യൺ കിലോമീറ്റേഴ്സ്. ഈ ഒരു സമയത്ത് എർത്തും അതുപോലെ സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 152 മില്യൺ കിലോമീറ്റേഴ്സ് ആണ്. 152 മില്യൺ കിലോമീറ്റേഴ്സ്. അപ്പോൾ അപ്ഹീലിയൻ സമയത്ത് സണ്ണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയെന്ന് ചോദിച്ചാൽ എത്ര പറയും? 152 മില്യൺ കിലോമീറ്റർ. എന്നാൽ പെരിഹീലിയൻ സമയത്ത് സണ്ണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? 147 മില്യൺ കിലോമീറ്റേഴ്സ്. ഇനി ദിസ് ഒക്കേഴ്സ് ഇൻ ദ മന്ത് ഓഫ് ജൂലൈ. ജൂലൈ മാസത്തിലാണ് ഇത് നടക്കുന്നത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ജൂലൈ 4 തീയതിയാണ് അപ്ഹീലിയൻ നടക്കുന്നത്. എന്നാൽ ജനുവരി 3 പെരിഹീലിയൻ നടക്കുന്നത്. ഓക്കെ ആണല്ലോ? മലയാളം. സൗര സമീപകവും സൂര്യോച്ചവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ സൗര സമീപകമാണ് പറയാൻ പോകുന്നത്. ഒരു പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്നതിന് സൗരസമീപകം എന്ന് പറയുന്നു. ഈ സമയത്ത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം എത്രയാണ്? 147 ദശലക്ഷം കിലോമീറ്റർ ആണ്. ഇത് സംഭവിക്കുന്നത് ജനുവരി മാസത്തിലാണ്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഏത് മാസം? ഏത് ദിവസം? ജനുവരി 3. ഓക്കെ ആണല്ലോ? അപ്പോൾ പരിക്രമണ വേളയിൽ ഭൂമിയും സൂര്യനും ഏറ്റവും അടുത്ത് വരുന്നെങ്കിൽ അതിനെ നമ്മൾ സൗര സമീപകം എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം എത്രയാണ്? 147 ദശലക്ഷം കിലോമീറ്റർ ആണ്. ആ ദിവസം ഏതാണ്? അത് ജനുവരി മാസത്തിലാണ് ഇത് സംഭവിക്കുന്നത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ജനുവരി 3. അടുത്തത് സൂര്യോച്ചം. എന്താണ് സൂര്യോച്ചം എന്ന് പറയുന്നത്? ഒരു പരിക്രമണ വേളയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അകലെ വരുന്നതിനെ സൂര്യോച്ചം എന്ന് പറയുന്നു. ഭൂമിയും സൂര്യനും ഏറ്റവും അകലെ വരുന്നത് എന്നാണോ, ഒരു പരിക്രമണ വേളയിൽ ഭൂമിയും സൂര്യനും ഏറ്റവും അകലെ വരുന്നത് എന്നാണോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഒരു ദിവസത്തെ സൂര്യോച്ചം എന്നാണ് പറയുന്നത്. ഈ സമയത്ത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം എത്രയാണ്? 152 ദശലക്ഷം കിലോമീറ്റർ ആണ്. ഈ സമയത്ത് ഭൂമി സൂര്യനും തമ്മിലുള്ള അകലം 152 ദശലക്ഷം കിലോമീറ്റർ ആണ്. ഇത് സംഭവിക്കുന്നത് ജൂലൈ മാസത്തിലാണ്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ജൂലൈ 4. ഓക്കെ. അടുത്തത് ദ ആക്സിയൽ റൊട്ടേഷൻ ഓഫ് ദി എർത്ത് ഈസ് നോൺ ആസ്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ഭ്രമണത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ്? പ്രസഷൻ അല്ലെങ്കിൽ പുരസരണം. പ്രസഷൻ അല്ലെങ്കിൽ പുരസരണം എന്ന് പറയുന്നു. അടുത്ത വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് ദി എർത്ത്. ഭൂമിയുടെ പരിക്രമണ വേഗത എത്രയാണ്? 30 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ ആണ് ഭൂമിയുടെ പരിക്രമണ വേഗത. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. എന്താണ് അയനം? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് പറയുന്നതിൻ്റെ മലയാളം വേർഡാണ് അയനം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു തരുന്നതിന് മുമ്പ് നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ഫിഗറുണ്ട്. അപ്പോൾ ആ ഫിഗറിനെ കുറിച്ച് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. ഈ ഫിഗറിൽ നിങ്ങൾക്ക് 2 സർക്കിൾസ് കാണാം. ഒന്ന് സൺ യെല്ലോ കളറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് കാണുന്നത് നമ്മുടെ എർത്താണ്. എർത്തിൻ്റെ ഏറ്റവും നടുക്കൂടെയുള്ള ഒരു
രേഖയുണ്ട് അല്ലേ, അതിൻ്റെ പേരാണ് ഇക്വേറ്റർ എന്ന് പറയും. എന്താണ് ഇക്വേറ്റർ? പിന്നെ ആ ഇക്വേറ്ററിൻ്റെ മുകൾ ഭാഗത്തുള്ള ലൈൻ എന്ന് പറയുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസറും ആ ഇക്വേറ്ററിൻ്റെ താഴെ ഭാഗത്തുള്ള ലൈൻ എന്ന് പറയുന്നത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും ആണ്. അതിൻ്റെ രണ്ടിൻ്റെ അളവുകൾ തന്നിട്ടുണ്ട്. ഇക്വേറ്റർ 0 ഡിഗ്രി ആണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണെങ്കിൽ 23.5 ഡിഗ്രി നോർത്ത് ആണ്. അതുപോലെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണെങ്കിൽ 23.5 ഡിഗ്രി സൗത്ത് ആണ്. ആണല്ലോ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അത് സ്ഥിതി ചെയ്യുന്നത് സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയും, അല്ലെങ്കിൽ ദക്ഷിണാർദ്ധ ഗോളത്തിൽ. ഇനി ട്രോപ്പിക് ഓഫ് ക്യാൻസർ സ്ഥിതി ചെയ്യുന്നത് നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ഉത്തരാർദ്ധ ഗോളത്തിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക. അതായത് ഭൂമിയുടെ മുകൾ ഭാഗം ഉത്തരാർദ്ധ ഗോളം അല്ലെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും താഴെ ഭാഗം സദേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ദക്ഷിണാർദ്ധ ഗോളം എന്നും അറിയപ്പെടുന്നു. മുകൾ ഭാഗത്ത് അല്ലെങ്കിൽ ഉത്തരാർദ്ധ ഗോളത്തിലുള്ള രേഖയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതായത് 23.5 ഡിഗ്രി നോർത്ത്. താഴെ ഭാഗത്തുള്ള രേഖയാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അല്ലെങ്കിൽ 23.5 ഡിഗ്രി സൗത്ത്, അല്ലെങ്കിൽ ദക്ഷിണായന രേഖ, ഉത്തരായന രേഖ, അതാണ് അതിൻ്റെ മലയാളം കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. നോക്കിയോളൂ. വാട്ട് ഈസ് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ? സൂര്യൻ്റെ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് എന്താണെന്നുള്ളത്. എന്താണ്? സിൻസ് ദ ടിൽറ്റ് ഓഫ് ദ എർത്ത് ആക്സിസ് ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 23.5 ഡിഗ്രി ത്രൂഔട്ട് ദ റെവല്യൂഷൻ. അതായത് ടിൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടിൽറ്റ് ചരിവ് അല്ലേ. സിൻസ് ദ ടിൽറ്റ് ഓഫ് ദ എർത്ത് ആക്സിസ്, ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് ഈസ് മെയിൻറ്റെയിൻഡ് നിലനിർത്തുന്നു. എത്രയായിട്ട് നിലനിർത്തുന്നു? അറ്റ് ആൻ ആംഗിൾ ഓഫ് 23.5 ഡിഗ്രി, 23.5 ഡിഗ്രിയാണ് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ്. അപ്പോൾ ത്രൂ ഔട്ട് ദ റെവല്യൂഷൻ, ഈ റെവല്യൂഷനിലുടനീളം, ത്രൂ ഔട്ട് ദ റെവല്യൂഷൻ എന്ന് വെച്ചാൽ റെവല്യൂഷനിലുടനീളം. എന്താണ് റെവല്യൂഷൻ എന്നറിയാലോ? ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതിനെയാണ് നമ്മൾ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഈ റെവല്യൂഷനിലുടനീളം ഭൂമിയുടെ ആക്സിസിൻ്റെ അച്ചുതണ്ടിൻ്റെ ടിൽറ്റ് എന്ന് വെച്ചാൽ ചരിവ് 23.5 ഡിഗ്രി ആയിട്ട് ആ ഒരു ആംഗിളിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിലനിർത്തുന്നതിനാൽ എന്താണ്? ദ സൺസ് അപ്പാരൻറ്റ് പൊസിഷൻ, സണ്ണിൻ്റെ അല്ലെങ്കിൽ സൂര്യൻ്റെ അപ്പാരൻറ്റ് പൊസിഷൻ, ആപേക്ഷിക സ്ഥാനം അല്ലേ. അപ്പാരൻറ്റ് പൊസിഷൻ ആപേക്ഷിക സ്ഥാനം, സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ മാറുന്നു. എങ്ങോട്ട്? നോർത്ത് വാർഡ് എന്ന് വെച്ചാൽ മുകളിലേക്ക് വെച്ചാൽ ഉത്തര ദിശയിലേക്കും, ആൻഡ് സൗത്ത് വാർഡിലോട്ട് അല്ലെങ്കിൽ ദക്ഷിണ ഭാഗത്തേക്കും ഇങ്ങനെ മൂവ് ചെയ്യുന്നു സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം. ഏതിനൊക്കെ ഇടയ്ക്ക്? ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. മുകളിലുള്ള ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും താഴെയുള്ള ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിലായിട്ട് സൂര്യൻ്റെ പൊസിഷൻ ഇങ്ങനെ നോർത്ത് വാർഡിലും സൗത്ത് വാർഡിലും മാറിക്കൊണ്ട് ഇരിക്കുന്നു. ദിസ് അപ്പാരൻറ്റ് ഷിഫ്റ്റ് ഇൻ ദ സൺസ് പൊസിഷൻ, ഇങ്ങനെ സൂര്യൻ്റെ പൊസിഷനിലുണ്ടാകുന്ന ഷിഫ്റ്റ് അല്ലേ, എന്താണ് ആപേക്ഷികമായിട്ടുള്ള ഈ ഒരു സ്ഥാനമാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ എന്ന് പറയുന്നത്. സൂര്യൻ്റെ അയനം അല്ലെങ്കിൽ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നും കൂടെ പറഞ്ഞുതരാം കേട്ടോ. എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിരുത്തി പഠിച്ചാൽ മതി. എന്താണ്? സിൻസ് ദ ടിൽറ്റ് ഓഫ് ദ എർത്ത് ആക്സിസ്, ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് എന്നാണ് മെയിൻറ്റെയിൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 23.5 ഡിഗ്രി, 23.5 ഡിഗ്രി എന്ന് പറയുന്ന ആ ആംഗിളിൽ നിലനിർത്തുന്നതിനാൽ ത്രൂ ഔട്ട് ദ റെവല്യൂഷൻ, പരിക്രമണത്തിലുടനീളം നിലനിർത്തുന്നതിനാൽ എന്ത് പറ്റുന്നു? സൺസ് അപ്പാരൻറ്റ് പൊസിഷൻ, സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം എന്ത് ചെയ്യുന്നു? മൂവ്സ് നോർത്ത് വാർഡ് ആൻഡ് സൗത്ത് വാർഡ്. നോർത്ത് വാർഡിലോട്ട്, നോർത്ത് വാർഡ് എന്ന് വെച്ചാൽ ഉത്തര ദിശയിലേക്കും ദക്ഷിണ ദിശയിലേക്കും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഏതിൻ്റെ ഇടയ്ക്കാണ് ഈ ഉത്തര ദിശയിലേക്കും ദക്ഷിണ ദിശയിലും മാറുന്നത്? ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ദ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന് ഇടയിലായിട്ട്. ആ ഫിഗറും കൂടെ നിങ്ങളൊന്ന് നോക്കിയോളണം, അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ദിസ് അപ്പാരൻറ്റ് ഷിഫ്റ്റ് ഇൻ ദ സൺസ് പൊസിഷൻ, ഇങ്ങനെ സൂര്യൻ്റെ ആപേക്ഷികമായിട്ടുള്ള അപ്പാരൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ആപേക്ഷികമായിട്ടുള്ള ഷിഫ്റ്റ്, സ്ഥാനമാറ്റത്തെയാണ്. സൂര്യൻ്റെ ഇങ്ങനെയുള്ള അപ്പാരൻറ്റ് ഷിഫ്റ്റ് അല്ലേ, സ്ഥാനമാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ, അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ എന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ സൂര്യൻ്റെ അയനം എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി മലയാളം മീഡിയംകാർ നോക്കിയോളൂ. എന്താണ് അയനം? ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് 23.5 ഡിഗ്രിയായി പരിക്രമണ വേളയിലുടനീളം നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരദിശയിലേക്കും ദക്ഷിണ ദിശയിലേക്കും ഉത്തരായന ദക്ഷിണായ രേഖകൾക്കിടയിൽ നീങ്ങുന്നതായി കാണാം. സൂര്യൻ്റെ ഈ ആപേക്ഷിക സ്ഥാനമാറ്റത്തെ അയനം എന്ന് പറയുന്നു.
അപ്പോൾ ഭൂമിയുടെ അച്ചുതണ്ട് ഇവിടെ ആർക്കാണ് യഥാർത്ഥത്തിൽ സ്ഥാനമാറ്റം ഉണ്ടാകുന്നത്? സൂര്യനാണോ ഭൂമിക്കാണോ? ഇവിടെ സൂര്യൻ എങ്ങോട്ടും പോകുന്നില്ല, ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഭൂമിയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭൂമി മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും ഭൂമിയിൽ നിൽക്കുന്ന നമുക്ക് ഭൂമി മാറുന്നത് അനുഭവപ്പെടില്ല. ആര് മാറുന്നതായിട്ടാണ് തോന്നുന്നത്? സൂര്യന് സ്ഥാനമാറ്റം സംഭവിക്കുന്നതായിട്ടാണ് തോന്നുന്നത്, അല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സ്ഥാനമാറ്റം സംഭവിക്കുന്നത് ഭൂമിക്കാണ്. പക്ഷേ നമ്മൾ പറയുമ്പോൾ അത് സൂര്യൻ്റെ സ്ഥാനമാറ്റമായിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് പറയുന്നത് സൺസ് അപ്പാരന്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിലുള്ള ദ ചേഞ്ച് ഓഫ് ദ സൺസ് പൊസിഷൻ, സണ്ണിൻ്റെ പൊസിഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതിനെയാണ് നമ്മൾ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അയനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് വായിച്ച് പഠിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂട്ടുകാർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. താങ്ക്